ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബീഹാറി സ്റ്റൈൽ, അതായത് നോർത്ത് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ്. ബീഹാറി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ നെയ്ബർ എനിക്ക് പറഞ്ഞ റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നോർത്ത് റെസിപ്പിയാണ് അച്ചാർ. അപ്പം നമ്മൾ ആദ്യം ഇതുപോലെ നല്ല മാങ്ങ കഴുകിയിട്ട് നന്നായിട്ട് കുറച്ച് വലിപ്പത്തിൽ ഞാനിപ്പോൾ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം എന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒരു 24 മണിക്കൂർ നമ്മൾ അതേ സെയിം പാത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1 മണിക്കൂർ അങ്ങനെയൊക്കെ കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയിട്ട് നമ്മൾ തുറക്കാതെ വെക്കുക. അപ്പം 24 മണിക്കൂർ എന്ന് പറയുന്നത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന്, അതായത് മഞ്ഞൾപ്പൊടി ഇറങ്ങിയിട്ട് ആ കളർ ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കുന്നു. ആ ഡ്രൈ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫാനിൻ്റെ കീഴെ മാത്രം വെച്ചാൽ മതി, അധികം വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വിനാഗിരിയുടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ കേടാവാതെ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം നമ്മളെന്ന് വെച്ചാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിലോട്ട് ഉപയോഗിക്കുന്നത്. കുരുമുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മാത്രം മതി. ഒരു കുരുമുളക്, അതുപോലെ ജീരകം, പിന്നെ പെരിഞ്ജീരകം, ഉലുവ. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ പൊടിക്കാത്തതാണ് ഉലുവ. പിന്നെ നമുക്ക് ഏകദേശം അറിയാമല്ലോ കുറച്ച് ക്വാണ്ടിറ്റിക്ക് എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഉണക്കമുളക്, പിന്നെ ഒരു കലഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അതിൻ്റെ മലയാളം എന്താണെന്ന് എനിക്കറിയില്ല. അത്, പിന്നെ അജുവൈൻ, കടുക്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യും. പിന്നെ പ്രധാനമായിട്ടുള്ള എന്ന് വെച്ചാൽ എള്ളും നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഈ അജുവൈനും പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കലഞ്ചി എന്ന് പറയുന്ന സാധനവും നമ്മൾ റോസ്റ്റ് ചെയ്യാതെ ഒന്ന് സെപ്പറേറ്റ് മാറ്റി വെക്കും. ബാക്കിയുള്ള നമ്മൾ ഒന്ന് ചെറിയ ചൂടിൽ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യും. മിക്സിയിലിട്ടിട്ട് ക്രഷല്ല, കുറച്ച് നന്നായിട്ട് പൊടിയണം. ആ പൊടിച്ചിട്ട് നമ്മൾ ഉണക്കി വെച്ചിട്ടില്ല മാങ്ങയിലോട്ട് ഇട്ട് കൊടുക്കും. ആ സമയത്ത് എന്ന് വെച്ചാൽ മാങ്ങയ്ക്ക് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഏകദേശം ആയല്ലോ. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, കുറച്ച് അധികം കടുകെണ്ണ ചൂടാക്കിയിട്ട്, നല്ല ചൂടാക്കിയിട്ട് അതുപോലെ നമ്മൾ തണിക്കാനും വെക്കും. അതായത് നല്ല തണിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മിക്സിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ച്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ചിലവർ നമ്മുടെ ഈ ഉണക്കമുളക് സെപ്പറേറ്റ് അങ്ങ് പൊടിച്ച് വെക്കും. അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ ഓയിൽ എന്ന് പറയുന്ന ഒരു കാരണവശാലും ചൂട് പാടില്ല. ചൂട് തണിഞ്ഞ് നല്ല തണുത്തതിന് ശേഷം മാത്രം ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ആ മിക്സ് ചെയ്ത് നമ്മളൊരു ഭരണിയിലൊക്കെ ഇട്ട് വെച്ച് പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് വെയിൽ കൊള്ളിക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഈ ഒരു മസാലയൊക്കെ യോജിപ്പിച്ച് കൊടുത്താൽ നമ്മുടെ അച്ചാർ റെഡി. എൻ്റെ ഫൈനൽ അച്ചാർ എന്ന് പറയുന്നത് ഇതാണ്. ഞങ്ങൾ ഏകദേശം കഴിച്ച് തീർത്തു. മറന്നുപോയി കേട്ടോ സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ.